ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് വായിക്കാമേ. രാവിലെ ഉണർന്നയുടൻ പല്ലു തേക്കാൻ ടാപ്പ് തുറന്നു, വെള്ളമില്ല. മോട്ടോർ ഓൺ ചെയ്യാൻ പോയപ്പോഴാണ് ഓർത്തത് ഇന്നലെ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു. അടുക്കളയിൽ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി കുതിർത്തു വെച്ച അരി മിക്സിയിൽ അരയ്ക്കാനാവാതെ അമ്മ വൈദ്യുതിയെ പഴിക്കുന്നത് കേട്ടു. അച്ഛനും ഞാനും കൂടി സഹായിച്ചാണ് അത്യാവശ്യ ജോലികൾ ഒരുവിധം പൂർത്തിയാക്കിയത്. വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസം എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. രാജു ആണിത് പറയുന്നത്. അപ്പോൾ രാജു പറയുന്നത് എന്താണ്? ഒരു ദിവസം വൈദ്യുതി ഇല്ലാതായാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടിൽ അനുഭവിക്കുന്നെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴെന്താണ് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. ശരിയല്ലേ? ടോർച്ച് ബൾബ് പ്രകാശിക്കണമെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഒരു പ്രവർത്തനം പറയുന്നുണ്ട്, നമുക്കത് വായിച്ചു നോക്കാമേ. 2 ടോർച്ച് സെല്ല്, ഒരു ടോർച്ച് ബൾബ്, 2 കഷ്ണം ചെമ്പുകമ്പികൾ എന്നിവ ഉപയോഗിച്ച് ബൾബ് പ്രകാശിക്കാനുള്ള ക്രമീകരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൾബ് പ്രകാശിപ്പിക്കൂ. ഈ ക്രമീകരണം ഒരു വൈദ്യുത സർക്യൂട്ടാണ്. സർക്യൂട്ടിന്റെ ചിത്രീകരണമാണ് ഈ കാണിച്ചേക്കുന്നത്. ചെമ്പുകമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായി, ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ സർക്യൂട്ട് അടച്ചതാണെന്ന് പറയുന്നു. ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലാണ് ബൾബ് പ്രകാശിക്കുന്നത്. നോക്കി, ഈ ഒരു ചിത്രം നോക്കി വെക്കണേ. ബീപ്പ് ബീപ്പ്. നാം നിർമ്മിച്ച സർക്യൂട്ടുകളിൽ ബൾബിന് പകരം ഒരു ബസർ വെക്കണം. ബസർ വെപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ആ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബൾബിന് പകരം നമ്മൾ എന്താ വെക്കുന്നത്? ബസർ വെക്കണം. അതുപോലെ തന്നെ ഇതേ സർക്യൂട്ടിൽ ബസറിന് പകരം നമ്മൾ എന്താ വെക്കണം? ഒരു മിനി മോട്ടോർ ഘടിപ്പിച്ച സർക്യൂട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബസറിന്റെ സ്ഥാനത്ത് ആര് വരും? മിനി മോട്ടോർ വരും. അപ്പോൾ ഇവിടെ 3 വൈദ്യുത സർക്യൂട്ടുകൾ നമ്മൾ പരിചയപ്പെട്ടു. 3ഉം പരിശോധിച്ച് അവയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. സർക്യൂട്ട് 1 വൈദ്യുത സ്രോതസ്സായിട്ട് നമ്മൾ 3ഇടത്തും ആരോ ഉപയോഗിക്കുന്നത്? ടോർച്ച് സെല്ലാണ്. അതുപോലെ തന്നെ വൈദ്യുത ഉപകരണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ ബൾബ് ഉപയോഗിച്ചു. രണ്ടാമത് എന്താണ്? ബസർ ഉപയോഗിച്ചു. മൂന്നാമത് നമ്മൾ മിനി മോട്ടോർ ഉപയോഗിച്ചു. ബന്ധിപ്പിക്കുന്നതിനുള്ള കമ്പി ഏതാണ്? കമ്പി ചെമ്പാണ്. 3ൽ നമ്മൾ ചെമ്പാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി സർക്യൂട്ടിലെ ഏതെങ്കിലും ഭാഗത്ത് ബന്ധം വിച്ഛേദിച്ചു നോക്കൂ. ബൾബ് പ്രകാശിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? ഈ ഒരു സർക്യൂട്ടിൽ കണക്ഷന് കൊടുത്തിട്ടില്ല അല്ലേ? ഇവിടെയും ഇല്ല, അതുപോലെ തന്നെ ഇവിടെയും കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ സർക്യൂട്ട് എങ്ങനെയാണ്? തുറന്നതാണ്. അപ്പോൾ ഇത് കണക്ഷൻ പോവുകയാണെങ്കിൽ ഇത് അടഞ്ഞതായിരിക്കും. അപ്പോൾ ഇവിടെ ബൾബ് പ്രകാശിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? 2 ചിത്രത്തിലും ഇവിടെ സർക്യൂട്ട് എങ്ങനെയുള്ളതാണ്? തുറന്നതാണ്. ഇത് തുറന്നതാണ്, ക്ലോസ്ഡ് അല്ല. കണ്ടോ? ഇത് ഇവിടെയും തുറന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ബൾബ് പ്രകാശിക്കുന്നില്ല. അപ്പോൾ സർക്യൂട്ട് ക്ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. സർക്യൂട്ട് തുറന്നതാണെങ്കിൽ ഇവിടെ ബൾബ് പ്രകാശിക്കുന്നില്ല. ഓക്കെ, ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ സർക്യൂട്ട് തുറന്നതാണോ അടച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഫിലമെന്റ് ഇവിടെ കട്ടായി പോകും അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണക്ഷൻ കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? സർക്യൂട്ട് തുറന്നതായിരിക്കും. ഓക്കെ, വൈദ്യുതി കടന്നു പോകാൻ ഇവിടെ നോക്കിക്കേ. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സർക്യൂട്ട് ക്രമീകരിച്ചേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രമീകരിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് ബൾബ് പ്രകാശിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ആണി നമ്മൾ ഉപയോഗിച്ചാൽ പ്രകാശിക്കും. അതുപോലെ തന്നെ സ്റ്റീൽ സ്പൂണും ഉപയോഗിച്ചാൽ ബൾബ് പ്രകാശിക്കും. ബാക്കിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ ബൾബ് പ്രകാശിക്കത്തില്ല. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ എന്താ പറയുന്നത്? ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ് എന്നും അതുപോലെ തന്നെ കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റർ എന്നുമാണ് പറയുന്നത്. ഓക്കെ,
ചിഹ്നങ്ങൾ നൽകാം. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട സർക്യൂട്ട് ക്രമീകരണങ്ങളിൽ വൈദ്യുത സ്രോതസ്സ്, ഉപകരണം തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനും ചിഹ്നങ്ങൾ പഠിക്കുകയാണ്. നോക്കിക്കേ, വൈദ്യുത സെല്ലിന്റെ ചിഹ്നം എങ്ങനെയാണ്? ദാ ഇങ്ങനെയാണ്. ബാറ്ററി കണ്ടോ? വൈദ്യുത സെല്ലാണെങ്കിൽ ഒരു വലിയ വരയും ഒരു ചെറിയ വരയുമായിരിക്കും. ബാറ്ററി ആണെങ്കിൽ രണ്ടെണ്ണം കണക്ട് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ ഒരു വലിയ വര, ചെറിയ വര, വലിയ വര, ചെറിയ വര. ബൾബ് നോക്കിക്കേ, ഇതാ ഇങ്ങനെയാണ്, പോലെ ബൾബ്. ബൾബ് പ്രകാശിക്കുന്ന നിലയിലാണെങ്കിൽ എങ്ങനെയാണ്? മുകളിൽ സൂര്യനൊക്കെ ഉദിക്കുമ്പോൾ നമ്മളിങ്ങനെ വര കാണിച്ചു വെക്കത്തില്ലേ? അതുപോലെയാണ് ബൾബ് പ്രകാശിക്കുകയാണെങ്കിൽ. സ്വിച്ച് ഓൺ ചെയ്ത നിലയിലാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു അടഞ്ഞ സർക്യൂട്ട് ആണെന്നല്ലേ? അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെങ്കിൽ ഇതാ തുറന്ന സർക്യൂട്ടാണ്. നമ്മൾ ഇങ്ങനെയാണ് അടഞ്ഞതും തുറന്നതും മനസ്സിലാക്കുന്നത്. പിന്നെ ബസറിന്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബസറിന്റെ ചിഹ്നമാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെന്താണ്? ഫ്യൂസിന്റെ ചിഹ്നമാണ് താഴെ കാണിച്ചേക്കുന്നത് കണ്ടോ. ഫ്യൂസ്. പിന്നെന്താണ്? ചാലക കമ്പിയാണ് നേരെ കാണിച്ചേക്കുന്നത്. ഒരു വരയാണ് ചാലക കമ്പിക്ക് കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4 എന്നിവ എന്തിനെയാണ് സൂചിപ്പിച്ചേക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നെന്താണ് ഇവിടെ കാണിച്ചേക്കുന്നത്? ബൾബ് പ്രകാശിച്ച് നിൽക്കുകയാണ് അല്ലേ? രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ചാലക കമ്പിയാണ്, ചാലകമാണ്. ഇവിടെ അടഞ്ഞ സർക്യൂട്ടാണ് കാണിച്ചേക്കുന്നത്. സ്വിച്ച് എന്ത് ചെയ്തേക്കുവാണ്? സ്വിച്ച് ഓൺ ചെയ്തേക്കുകയാണ്. പിന്നെന്താ കാണിച്ചേക്കുന്നത്? ഇവിടെ ബാറ്ററിയാണ് കാണിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ. സർക്യൂട്ട് അടച്ചതാണ് തുറന്നതാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇത് അടച്ചതാണ്, ഇത് തുറന്നിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. ഇവിടെ കണ്ട വിവിധതരം സ്വിച്ചുകളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട് കണ്ടോ. സാധാരണ സ്വിച്ച്, ബെൽ സ്വിച്ച് ഉണ്ട്, 2 വേ സ്വിച്ച് ഉണ്ട്, പ്രസ് ബട്ടൺ സ്വിച്ച് ഉണ്ട്, DP സ്വിച്ച് ഉണ്ട്. ഓക്കെ. വിവിധതരം വയറുകൾ. ഇവിടെ നോക്കിക്കേ, വിവിധതരം വയറുകളുടെ ചിത്രീകരണം കാണിച്ചേക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? മൾട്ടി സ്ട്രാൻഡഡ് വയർ, അടുത്തത് ലാമിനേറ്റഡ് വയർ, പിന്നെ സർവീസ് വയർ, ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പി കാണിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫ്യൂസ് എന്താ നോക്കിക്കേ. നമ്മൾ ഏതാനും ചില ലഘു സർക്യൂട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ എന്താണ് സേഫ്റ്റി ഫ്യൂസ്? വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇതിനായി സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ. നോക്കിക്കേ, ഇവിടെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ സർക്യൂട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സെല്ല് ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ 2, ഇവിടെ 3, അങ്ങനെ നമ്മൾ സെല്ലിന്റെ എണ്ണം കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ബൾബ് പ്രകാശിക്കുന്നുണ്ട് അല്ലേ? പിന്നെന്താ പറയുന്നത്? കൂടുതൽ സെല്ലുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ നേർത്ത കമ്പി ഉപയോഗിച്ചാണ് ഫ്യൂസ് വെക്കുന്നത് അല്ലേ? ഫ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേർത്ത കമ്പി ഉപയോഗിച്ചാണ് ഫ്യൂസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്യൂസ് വയർ എരിഞ്ഞ് സർക്യൂട്ട് തുറന്നതായി മാറും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഫ്യൂസ് വയർ എരിഞ്ഞു പോകും. സർക്യൂട്ട് എങ്ങനെയാകും? തുറന്നതായിട്ട് മാറും. ക്ലോസ്ഡ് ആണെങ്കിലാണ് ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് കമ്പി ചൂടാകുന്നു. കനം കുറഞ്ഞ ഫ്യൂസ് വയറിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചത് കൊണ്ടാണ് ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നത്? എരിഞ്ഞ് പോകുന്നത്. ഓക്കെ. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുത ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. ഇവിടെ ഫ്യൂസിന്റെയൊക്കെ ചിത്രം കാണിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫ്യൂസ് നമ്മൾ എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ഉപകരണങ്ങളെല്ലാം കേടാവാതെ ഇരിക്കാനാണ്. അതായത് അമിതമായിട്ട് വൈദ്യുതി വരികയാണെങ്കിൽ ഫ്യൂസ് വയർ എന്താണ്? എരിഞ്ഞു പോകണം. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൽ നേരിയ പ്രത്യേകതരം കമ്പികളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കാം? പെട്ടെന്ന് തന്നെ അത് എരിഞ്ഞു പോയി മറ്റുള്ള ഉപകരണങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിയ ഫ്യൂസ്, നേരിയ കമ്പി ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനിയും MCB എന്താണെന്ന് നോക്കിക്കേ. ഇപ്പോൾ ഫ്യൂസിന് പകരം വീടുകളിൽ NCB ഉപയോഗിക്കുന്നു. വൈദ്യുത പ്രവാഹം അമിതമാവുമ്പോൾ ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും ഇപ്പോൾ എന്താണ്? പുതിയ വീടുകൾ വെക്കുമ്പോൾ MCB ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ഇടി വെട്ടിയാൽ പോലും നമുക്ക് എന്താണ്? സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട്
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഓഫായി പോകും. അപ്പോൾ അമിതമായിട്ട് വൈദ്യുതി വരുന്നതിന്റെ ഫലമായിട്ട് ഇത് ഓട്ടോമാറ്റിക് ഓഫായി പോകും. ഓക്കെ, നോക്കിക്കേ, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കർ എന്നത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സ്വിച്ച് സംവിധാനമാണ്. അമിത വൈദ്യുത പ്രവാഹം മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ സർക്യൂട്ടിനും ഉപകരണങ്ങൾക്കും തകരാറുണ്ടാകുന്നത് തടയുന്നതിനുള്ള ഒരു സുരക്ഷാ സംവിധാനമാണിത്. ഇതേ ധർമ്മം തന്നെയാണ് ഫ്യൂസുകൾ നിർവഹിക്കുന്നത്. പക്ഷേ ഫ്യൂസുകൾ ഒരു ഉപയോഗത്തിന് ശേഷം മാറ്റി സ്ഥാപിക്കേണ്ടി വരും. സ്വാഭാവികമായോ അല്ലാതെയോ പുനഃക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് MCBയുടെ മേന്മ. ഗൃഹ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന ചെറിയവ മുതൽ ഒരു നഗരത്തിലെ മൊത്തം വൈദ്യുത വിതരണത്തിനുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന വലിയ സ്വിച്ച് ഗിയർ വരെ സർക്യൂട്ട് ബ്രേക്കറുകളിൽ ഉണ്ട്. ഇനി നോക്കിക്കേ, ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് വയറിലെ വൈദ്യുത പ്രവാഹത്തെ കണ്ടെത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വൈദ്യുത ചോർച്ചയുള്ളപ്പോൾ വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കുന്ന സുരക്ഷാ ഉപകരണമാണ് ELCB. ഓക്കെ, GFCI ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫ്യൂസുകൾ അമിതമായി വൈദ്യുത പ്രവാഹം കൊണ്ടുണ്ടാകുന്ന തകരാറുകളിൽ നിന്നും പ്രധാന ഉപകരണത്തെ സംരക്ഷിക്കുന്ന ഒരു ലഘു ചാവേർ ഉപകരണമാണ് ഫ്യൂസ്. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ എരിഞ്ഞു പോകുന്ന ഒരു നേർത്ത ലോഹ കമ്പിയാണ് ഫ്യൂസിന്റെ പ്രധാന ഭാഗം. അതുവഴി ഉപകരണങ്ങളിലേക്കുള്ള വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കപ്പെടുന്നു. ലളിതമായ ഒരു സർക്യൂട്ട് ബ്രേക്കറാണ് ഫ്യൂസ് എന്ന് പറയാം. ഓട്ടോമേറ്റീവ് ഫ്യൂസുകൾ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഓട്ടോമേറ്റീവ് ഫ്യൂസുകൾ. ഇവ പ്രധാനമായി 4 വിഭാഗങ്ങളുണ്ട്. ബ്ലേഡ് ഫ്യൂസുകൾ, ഗ്ലാസ് ട്യൂബ്, ഫ്യൂസിബിൾ ലിക്സ്, ഫ്യൂസ് ലിമിറ്റേഴ്സ്. ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ. ട്രാൻസ്ഫോമറുകളിൽ ഉപയോഗിക്കുന്നവയാണ് ഇത്തരം ഫ്യൂസുകൾ. വെള്ളി, ചെമ്പ്, ഈയം എന്നീ ലോഹങ്ങൾ ചേർന്ന കൂട്ടുലോഹ കമ്പിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത തെർമൽ ഫ്യൂസുകൾ. ഇവ കോഫി മേക്കറുകളിലും ഹെയർ ഡ്രയറുകളിലും മറ്റും ഉപയോഗിക്കുന്നു. പരിസരത്തെ താപം ഉയരുമ്പോൾ ഉരുകുന്ന ലോഹസങ്കരമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപകരണങ്ങൾ പരിധിയിൽ കവിഞ്ഞ് ചൂടാവുന്ന അവസരങ്ങളിൽ തെർമൽ ഫ്യൂസുകൾ ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും. തന്മൂലം ഉപകരണം കേടുവരാനും തീപിടുത്തമുണ്ടാവാനുമുള്ള സാഹചര്യം ഒഴിവാകുന്നു. കാന്തവും വൈദ്യുതിയും. ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു വൈദ്യുത സർക്യൂട്ട് ക്രമീകരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി ചെമ്പുകമ്പിയുടെ ചുവടെ കൊണ്ടുവരിക. കാന്തസൂചിയുടെ ദിശ ശ്രദ്ധിക്കൂ. ഇനി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കാന്തസൂചി നിരീക്ഷിക്കൂ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ബൾബ് കത്തും. കാന്തസൂചി എന്ത് ചെയ്യും? ആ കാന്തസൂചിക്ക് ചലനം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെന്താ പറയുന്നത്? സ്വിച്ച് ഓഫ് ചെയ്ത് കാന്തസൂചിയെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന്തസൂചി എന്താകും? പൂർവ്വ സ്ഥിതിയിലാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരീക്ഷണം വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചു നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഓക്കെ, വൈദ്യുതകാന്തം ഉണ്ടാക്കാം. ഇവിടെ ഒരു വൈദ്യുതകാന്തം ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെന്റാ പറയുന്നേ. ഒന്ന് വായിച്ചു നോക്കാം. 75 സെന്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പുകമ്പി എടുത്ത് ഒരു ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റുക. കമ്പിയുടെ രണ്ടറ്റവുമുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഏതാനും മുട്ടുസൂചികൾ ആണിക്കരിയിൽ കൊണ്ടുവരൂ. എന്ത് കാണുന്നു? അപ്പോൾ ആണിയൊക്കെ അത് എന്ത് ചെയ്യും? കയറി അറ്റാച്ച് ചെയ്യുന്നിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആണി എന്താകും? താൽക്കാലികമായിട്ടൊരു കാന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈദ്യുതകാന്തം ഉപയോഗപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങളുണ്ട്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? വൈദ്യുത ഫാന്, ഇലക്ട്രിക് ബെല്ല്, അതുപോലെ തന്നെ വൈദ്യുത മോട്ടോറ്. ഇനിയും ഗാർഹിക വൈദ്യുതിയെക്കുറിച്ച് നോക്കാം. വീടുകളിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നോക്കിക്കേ, ഇവിടെ പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഡാമിലെ ജലനിരപ്പ് താഴുന്നു. ലോഡ് ഷെഡിംഗ് ആവശ്യമായി വന്നേക്കാം. തിരുവനന്തപുരം അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും. അപ്പോൾ മഴയുടെ ലഭ്യതയും അതുപോലെ തന്നെ ലോഡ് ഷെഡിങ്ങും തമ്മിൽ എന്താ ബന്ധമെന്നാണ് നോക്കുന്നത്. ജലവൈദ്യുത നിലയം. അണകെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്.
ഉയരത്തിൽ അണ കെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഒഴുകുന്ന ജലത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് ടർബൈൻ എന്ത് ചെയ്യുന്നു? കറക്കുന്നു. ഇത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിന്റെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കണേ. ഇത് പിന്നീട് നമുക്ക് എന്തായാലും പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും. ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് വിതരണം ചെയ്യുന്ന വൈദ്യുതി 2000 യൂണിറ്റ് ആണെന്ന് കരുതുക. ഉൽപാദനം കുറയുമ്പോൾ ഇവിടേക്ക് ആവശ്യമായ വൈദ്യുതി മുഴുവനും നൽകാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ചില ഫീഡറുകൾ നിശ്ചിത സമയത്തേക്ക് ഓഫ് ആക്കി ലഭിക്കുന്ന വൈദ്യുതി മറ്റ് ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യും. ഇതാണ് ലോഡ് ഷെഡിങ്. സാധാരണമായി വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ഫീഡറുകൾ മാറി മാറി ഓഫ് ആക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങളെയാണ് പവർ കട്ട് ബാധിക്കുക. സാധാരണ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 25% പവർ കട്ടാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിന് 75% വൈദ്യുതി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. വൈദ്യുതി പാഴാക്കല്ലേ. ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം എന്ന നിലയിൽ വൈദ്യുതിയുടെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പവർ കട്ട്, ലോഡ് ഷെഡിംഗ് പോലുള്ള വൈദ്യുത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. ലഭ്യമായ വൈദ്യുതി ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുകയും പാഴാവുന്ന സാഹചര്യം ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടത്. വൈദ്യുതി പാഴാവുന്ന സാഹചര്യങ്ങളിൽ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഏതൊക്കെയാണ്? ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു, ഫാൻ പ്രവർത്തിക്കുന്നു, TV പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആരും കാണുന്നില്ല. പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, റെഫ്രിജറേറ്റർ തുറന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതി വെറുതെ പാഴാവുകയാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈദ്യുത ഉപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം ഉപകരണത്തിന്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു. വൈദ്യുത ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ 5 സ്റ്റാർ ഒക്കെ നോക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാറിന്റെ എണ്ണം നോക്കി വേണം നമ്മൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. വൈദ്യുതി പാഴാക്കരുത്. ഊർജം സംരക്ഷിക്കുന്നത് നിർമ്മിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ വൈദ്യുതി വെറുതെ പാഴാക്കി കളയരുത്. ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇനി നോക്കിക്കേ. വൈദ്യുത ഷോക്ക്. ടോർച്ച് സെല്ലിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം ശക്തിയേറിയ വൈദ്യുതിയാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതി അപകടങ്ങൾക്ക് കാരണമാകും. ഇതുമൂലം മരണം വരെ സംഭവിക്കാറുണ്ട്. വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള ചില സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ, സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരിയെടുക്കുമ്പോൾ, ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുമ്പോൾ, സ്വിച്ച് ഓഫ് ആക്കാതെ ബൾബ് മാറ്റി ഇടുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. ഷോക്ക് ഏറ്റാൽ. ഷോക്ക് ഏറ്റയാളെ രക്ഷിക്കാൻ നാം ഉടനടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഷോക്ക് അടിച്ച ആളെ നമ്മൾ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് എന്തോ ചെയ്യും? ഷോക്ക് അടിക്കും. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇതിനായി എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യണം. ഇവ സാധ്യമാവാത്ത പക്ഷം എന്തോ ചെയ്യണം? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ തള്ളി മാറ്റണം. അപ്പോൾ നമ്മൾ ഒന്നുകിൽ എന്തോ ചെയ്യണം? വൈദ്യുതി വിച്ഛേദിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ തള്ളി മാറ്റണം. നമ്മൾ ഇരുമ്പ് കമ്പി പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതായത് വൈദ്യുതി കടത്തിവിടാത്ത സാധനങ്ങൾ വേണം ഉപയോഗിക്കാൻ. ഓക്കെ. ഗുരുതരമായി ഷോക്ക് ഏറ്റ ആളാണെങ്കിൽ എന്തോ ചെയ്യണം? ഷോക്ക് ഏറ്റ ആളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. ഒപ്പം ശരീരം എന്തോ ചെയ്യണം? തടവി ചൂടാക്കണം. ഹൃദയസ്പന്ദനം നിന്നുപോയെങ്കിൽ ഉടൻ തന്നെ 2 കൈയും ഷോക്ക് ഏറ്റ ആളുടെ നെഞ്ചിന്മേൽ ചേർത്ത് വെച്ച് അമർത്തി വിടണം. ഹൃദയം സ്വയം ഇടിക്കുന്നത് വരെ ഈ പ്രവർത്തനം തുടരണം. ഓക്കെ. വൈദ്യുതി പ്രവഹിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നിലയം. ഓക്കെ. ശ്രദ്ധിക്കൂ, സുരക്ഷ ഉറപ്പാക്കൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തകരാറുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുവാനോ തുറന്നു നോക്കുവാനോ ശ്രമിക്കരുത്. സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന
വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? റബ്ബർ ചെരുപ്പ് ധരിക്കുകയും കഴിയുമെങ്കിൽ കയ്യിൽ റബ്ബർ ഗ്ലൗസ് ധരിക്കുകയും ചെയ്യുക. മിക്സി, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, ഫ്രിഡ്ജ്, വൈദ്യുത മോട്ടോർ എന്നിവ പ്രവർത്തിപ്പിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പുവരുത്തുക. ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വൈദ്യുത പ്ലഗിൽ ആണി, മറ്റ് വസ്തുക്കൾ എന്നിവ കുത്തുന്നത് അപകടമാണ്. ടെസ്റ്റർ ഉപയോഗിക്കുമ്പോഴും പ്ലഗ് പിൻ വലിച്ചെടുക്കുമ്പോഴും കുത്തുമ്പോഴും വൈദ്യുതി പ്രവഹിക്കാത്ത ഭാഗത്ത് മാത്രം പിടിച്ച് ശ്രദ്ധയോടെ ചെയ്യുക. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.